ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷഹനാസ് ഹെൽത്തി വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് വെയിറ്റ് ഒക്കെ ഏകദേശം ഒരു 2-3 kg ഒക്കെ കുറച്ച് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് യൂട്യൂബിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. ഇപ്പൊ നിങ്ങൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഡയറ്റീഷ്യൻ പറഞ്ഞ ആ ഒരു കലോറി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, നല്ല വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ വെയിറ്റ് സ്റ്റക്ക് ആയി പോയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കും ഇപ്പൊ ഭൂരിഭാഗം ആൾക്കാരും ഉണ്ടായിട്ടുണ്ടാവുക. ഇനി അങ്ങോട്ടേക്ക് എന്താ ചെയ്യണ്ടേന്നുള്ളൊരു ടെൻഷനും ഇപ്പൊ നിങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടാവും. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓവർകം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ വീഡിയോ കാണുന്നവര് ജസ്റ്റ് ഈ വെയിറ്റ് ലോസ് പ്ലാറ്റ്യൂവിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരിക. അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി നിങ്ങൾക്ക് ഇന്ന് ഞാൻ തരാൻ പോകുന്ന കുറച്ച് ടിപ്സ് ഉണ്ട്. ആ ടിപ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആവാന്ന് വെച്ചാല് ഇന്ന് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. തുടക്കത്തിലെ ഏതെങ്കിലും ഒരു വർക്കൗട്ട് പ്ലാൻ റെഡിയാക്കി വർക്കൗട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഡയറ്റ് പ്ലാൻ ചെയ്ത് കുറച്ച് നിങ്ങളുടെ വെയിറ്റ് കുറച്ച് കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക. അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്ത് ഡയറ്റ് ഒക്കെ ചെയ്ത് വെയിറ്റ് കുറച്ചിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ നമ്മുടെ വെയിറ്റ് സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയിലുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്കായിരിക്കും കുറച്ചും കൂടി യൂസ്ഫുൾ ആവുക. മാത്രല്ല നമ്മളിപ്പം ഇതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ഐഡിയൽ വെയിറ്റിലേക്ക് വന്നു. പക്ഷെ ഇനി നമുക്ക് ആ വെയിറ്റ്, അതായത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും വെയിറ്റ് കുറച്ചു കൊണ്ടുവന്നത്, ഇത്രയും കുറച്ചു കൊണ്ടുവന്ന വെയിറ്റ് ഇനി ഒരിക്കലും മുന്നോട്ടേക്ക് ഗെയിൻ ആവാൻ പാടില്ല എന്നുള്ളവർക്കും കൂടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ ഇരുന്ന് കാണുക. പിന്നെ നമുക്ക് എന്താണ് ഈ വീഡിയോ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ഒരുപാട് ഡയറ്റ് പ്ലാനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ തന്നെ തൊട്ട് മുന്നിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് നമുക്ക് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാം, 5 days കൊണ്ട് നമുക്ക് എങ്ങനെ 3 kg കുറയ്ക്കാം, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ചില ആൾക്കാർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ചിലവർക്ക് ഇത് പുതിയതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മളെല്ലാവരും പുതിയ ഡയറ്റ് പ്ലാൻ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചെടുക്കുന്ന ആൾക്കാരാണ്. കാരണം കുറെ അധികം ശാസ്ത്രം പുരോഗമിച്ചില്ലേ. ഇപ്പൊ നമ്മൾ പണ്ടത്തെ ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു വർക്കൗട്ട് പ്ലാനോ ഡയറ്റ് പ്ലാനോ ഒന്നും അല്ല ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്നോണ്ടിരിക്കുന്നത്. കുറെ അധികം റിസർച്ചുകൾ ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം, അതായത് ഓരോരുത്തരിലും പരീക്ഷിച്ചതിന്റെ ശേഷം നമ്മളിലേക്ക് എത്തിയിട്ടുള്ള കുറെ ഡയറ്റ് പ്ലാൻ ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് സിഗ്സാഗ് ഡയറ്റ് പ്ലാൻ. അപ്പൊ ഈ സിഗ്സാഗ് ഡയറ്റ് പ്ലാനിനെ കുറിച്ച് കേട്ടിട്ടുള്ളവര് പ്ലീസ് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ അത് എന്നോട് ഞാനായിട്ട് ഷെയർ ചെയ്യുക. അപ്പം ബാക്കിയുള്ള ആൾക്കാർക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും വീഡിയോ ഇട്ടാലും ചോദിക്കും, ഇപ്പോഴും ഏതെങ്കിലും ഡയറ്റ് പ്ലാനും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, ഇപ്പോഴും ഡയറ്റ് തന്നെയാണോ, ഇപ്പോഴും വർക്കൗട്ട് പ്ലാൻ സെയിം തന്നെയാണോ എന്ന് വിചാരിക്കും. ഒരിക്കലും അല്ല. ഞാൻ വെയിറ്റ് കുറച്ച് കൊണ്ടുവന്നിരുന്ന ഒരു സമയത്തും ചെയ്തിരുന്ന വർക്കൗട്ട് പ്ലാനോ ഡയറ്റ് പ്ലാനോ അല്ല ഞാൻ ഇപ്പൊ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഇപ്പൊ ഞാൻ പറയാറുണ്ടല്ലോ, എനിക്ക് വർക്ക് കൂടുതലാണ്. അതായത് എന്റെ ബോഡിയിൽ നിന്ന് മാക്സിമം കലോറി ബേൺ ആവുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ കലോറി ബേൺ ആവുന്നതിനനുസരിച്ച് എനിക്ക് ഇൻടേക്ക് ചെയ്യണം. അപ്പൊ ഞാൻ പണ്ട് വെയിറ്റ് കുറച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 1300 കലോറിയാണ് ഞാൻ എന്റെ ബേസ് ലൈൻ ആയിട്ട് എടുത്തതെന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ 1300 കലോറിയല്ല, ഞാൻ ഏകദേശം 2000 കലോറി വരെ ഞാൻ ഒരു ദിവസം കഴിക്കാറുണ്ട്. പിന്നെ അത് സംടൈംസ് ഏറ്റക്കുറച്ചുകൾ ഉണ്ടാവും. ചില ദിവസങ്ങൾ ഞാൻ 1500 ആക്കും, ചില ദിവസങ്ങൾ 2000 ആക്കും. അങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരും. അത് എന്റെ എന്താ പറയാ വർക്ക് ലോഡ് കാരണം. ഒന്നിലും ഞാൻ പറഞ്ഞല്ലോ, ഫിറ്റ്നസ് ട്രെയിനർ ആകുമ്പോൾ നമുക്ക് കാർഡിയോ വർക്കൗട്ട് പോകുന്നുണ്ട്, എറോബിക്സ് പോകുന്നുണ്ട്, വെയിറ്റ് ട്രെയിനിങ് പോകുന്നുണ്ട്. അപ്പൊ എന്റെ ക്ലയൻസിന് എനിക്ക് വർക്കൗട്ട് കൊടുക്കണം. അപ്പൊ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് വർക്ക് കൂടുതലാണ്. സോ അതുകൊണ്ട് എനിക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഇത്ര കലോറിയാണ് എനിക്ക് കഴിക്കേണ്ട ആവശ്യമുള്ളത്. അപ്പൊ ആ സെയിം വർക്കൗട്ട് പ്ലാനും സെയിം കലോറിയാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ എന്റെ ബോഡി വളരെ വീക്ക് ആയിട്ടുണ്ടാവും. ഇപ്പോഴും ഒന്നില്ലെങ്കിൽ കലോറി ഡെഫിഷ്യറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, കലോറി കമ്മിയായിട്ട് മാറിയിട്ടുണ്ടാവും. എനിക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസോ വൈറ്റമിൻസോ മിനറൽസോ ഇപ്പോഴും എന്റെ ബോഡിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയിലായിരിക്കും ഞാനിപ്പോ ഉണ്ടാവുക. സോ ഞാൻ ആ കറക്റ്റ് ടൈമിൽ, അതായത് ഞാൻ എന്റെ ഐഡിയൽ വെയിറ്റിലേക്ക് വന്നതിന്റെ ശേഷം ഞാൻ ഇപ്പോഴും കറന്റ്ലി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് സിഗ്സാഗ് ഡയറ്റ് പ്ലാൻ. നമ്മുടെ ഈ സിഗ്സാഗ് ഡയറ്റ് പ്ലാന് ഒരുപാട് പേരുകളുണ്ട് കേട്ടോ. കുറെ ആൾക്കാർ പറയാറുണ്ട് ഇതൊരു കലോറി ഷിഫ്റ്റിംഗ് ഡയറ്റ് പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഒരു കലോറി സൈക്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്
ഈ സിഗ്സാഗ് ഡയറ്റ് പ്ലാനിന് പേരിട്ട് വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാല് ഇതൊരു കലോറിയുടെ ഏറ്റക്കുറിച്ചിലുകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രെയിനറോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തോ അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഡയറ്റീഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഡയറ്റീഷ്യനോ നിങ്ങൾക്കൊരു കലോറി ബാലൻസ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ തന്നിട്ടുണ്ടാവും. അപ്പൊ അതിലിപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 1500 കലോറി ആയിരിക്കും നിങ്ങളുടെ ഒരു ഡേ നിങ്ങൾ കഴിക്കേണ്ടത്. അപ്പൊ അത് തന്നെയായിരിക്കും നിങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടാവുക. ആ ഒരു 1500 കലോറിയും നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന വർക്കൗട്ടായിട്ട് നിങ്ങളുടെ ബോഡി എന്തായി, അഡാപ്റ്റ് ആയി. അതായത് ബോഡി അതുമായി പൊരുത്തപ്പെട്ടു. ഇനി നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്താലും ആ ഒരു കലോറി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലും നിങ്ങൾക്ക് ഇനി ഒരു 2 കിലോ പോലും കുറയാൻ വേണ്ടിയിട്ട് പോണില്ല. സോ നിങ്ങളിത് കുറച്ചും കൂടി സേഫ് ആയിട്ട് നോക്കുക. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ വെയിറ്റ് സ്റ്റക്ക് ആയത് കണ്ടത്, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് ഇനി ഇപ്പോൾ നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്ന ആ കലോറി മതിയാവില്ല. കാരണം അപ്പത്തേക്കും നിങ്ങളുടെ മെറ്റാബോളിസത്തിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം താറുമാറായിട്ടുണ്ടാവും. കാരണം നിങ്ങളുടെ മെറ്റാബോളിസം അവിടെ ബൂസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കലോറി കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ബോഡിയിലെ നല്ല ഒരു മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ഒരു വെയിറ്റ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പട്ടിണി കിടക്കുക എന്നുള്ളൊരു അവസ്ഥയിലാണ്. നിങ്ങളോട് ഇപ്പൊ കലോറി കുറച്ച് കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കലോറി കുറച്ച് കഴിക്കുള്ളൂ. കാരണം എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയണമല്ലോ. അപ്പൊ പട്ടിണി കിടന്നാലും മാക്സിമം വെയിറ്റ് കുറയും എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ എന്താക്കും, ആവശ്യത്തിനുള്ള കലോറി എടുക്കില്ല, പക്ഷെ ഹെവി വർക്കൗട്ട് ആയിട്ട് ചെയ്യുകയും ചെയ്യും. ഇതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവും ഇല്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ബോഡി കുറച്ചും കൂടി വീക്ക് ആവുക എന്നല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു വെയിറ്റ് ലോസ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോണില്ല. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കൗട്ട് എങ്ങനെയാണോ, അതായത് നിങ്ങൾ ആദ്യം ചെയ്ത വർക്കൗട്ട് ആയിരിക്കില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം നിങ്ങളുടെ ബോഡി ആ വർക്കൗട്ട് പ്ലാൻ ആയിട്ടും ആ ഒരു ചെറിയ കലോറി പ്ലാൻ ആയിട്ടും നിങ്ങളുടെ ബോഡി അഡാപ്റ്റ് ആയി, അത് പൊരുത്തപ്പെട്ടു. ഇനി നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് ആ ഒരു ചെറിയ കലോറി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിയുടെ ഉള്ളിലൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ കൂടുതൽ ഫാറ്റ് ബേൺ ആവുന്നില്ല, കൂടുതൽ കലോറി ബേൺ ആക്കാൻ സാധിക്കുന്നില്ല. സോ നിങ്ങൾ എന്താക്കണം, നിങ്ങളുടെ കലോറി ചേഞ്ച് ചെയ്യാനുള്ള ടൈമായി, നിങ്ങളുടെ വർക്കൗട്ട് പ്ലാൻ ചേഞ്ച് ചെയ്യാനുള്ള ടൈമായി എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പം എത്ര കലോറിയാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ബേസ് ലൈൻ എന്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും ഒരു വർക്കൗട്ട് പ്ലാനോ നിങ്ങൾ ഡയറ്റ് പ്ലാനോ ഒക്കെ തന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് കലോറിയിലായിരിക്കില്ല നിങ്ങൾ പോണത്, ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ ഡയറ്റീഷ്യൻ ഒരു 1500 കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന സ്പൂണിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ബൗളിന്റെ ഒക്കെ ക്വാണ്ടിറ്റി അനുസരിച്ച്, അളവ് അനുസരിച്ച് അതിന് വ്യത്യാസം വരും. എന്നാലും നിങ്ങൾക്ക് ഒരു ബേസ് ലൈൻ ഉണ്ടല്ലോ. സോ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഈ സിഗ്സാഗ് ഡയറ്റ് പ്ലാനിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അത് എനിക്ക് തോന്നുന്നത് ഹെൽപ്ഫുൾ ആണ്. കാരണം കുറെ കാലമൊന്നും നമുക്ക് ഒരേ ഡയറ്റ് പ്ലാനും ഒരേ വർക്കൗട്ട് പ്ലാനും ചെയ്തിട്ടൊന്നും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പൊ നമുക്ക് ഇടയ്ക്കും നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പം ചോറൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഇഡ്ഡലിയോ ദോശയോ നെയ് റോസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കണം തോന്നുന്നവരുണ്ടാവും. അപ്പൊ ഈ കുറെ കാലം നമ്മൾ സെയിം കലോറി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് സെയിം ഡയറ്റ് പ്ലാൻ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് തന്നെ മടുപ്പ് വരും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇനി നമ്മളുടെ കലോറി ഇങ്ങനെ സിഗ്സാഗ് പോലെ കുറയ്ക്കാം, കൂട്ടാം, കുറയ്ക്കാം, കൂട്ടാം. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്. കാരണം ഞാൻ ചെയ്യുന്നത് വെച്ചാല്, ഞാനിപ്പം 1500 കലോറിയാണ്, ഒരു എക്സാമ്പിൾ പറയാൻ കേട്ടോ, ഒരു 1500 കലോറിയാണ് ഇന്ന് കഴിച്ചതെന്ന് വെച്ചാല്, ഇന്നും നാളെ ഞാൻ ഈ 1500 കലോറിയിൽ ഞാൻ എന്റെ ഫുഡ് മെനു ഫോളോ ചെയ്യും. പക്ഷേ തേർഡ് ഡേ ഞാൻ എന്താക്കും, ഈ ഒരു 1500 കലോറി എന്നുള്ളത് ഒരു 200 കലോറി അല്ലെങ്കിൽ 300 കലോറി കൂടി കൂട്ടിയിട്ട് ഞാൻ ഒരു 1800 കലോറിയിലേക്ക് മാറും. ഓക്കെ. അപ്പൊ 1800 കലോറിയിലേക്ക് മാറണമെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഫുഡാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അതൊന്ന് പ്ലാൻ ചെയ്യും. അതായത് ഇപ്പൊ കലോറി കൂടുതലുള്ള കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇത് വിചാരിച്ചിട്ട് ഞാൻ ജങ്ക് ഫുഡ് അല്ല കേട്ടോ കഴിക്കുന്നത്. കലോറി കൂട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറെ ഷുഗർ ഉള്ള ഐറ്റംസും കുറെ ജങ്ക് ഫുഡും വാരി വലിച്ച് കഴിക്കുന്ന പ്രകൃതിയേ ഇല്ല. നമ്മൾക്ക് നമ്മളുടെ നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൽ തന്നെ കലോറി കൂടുതലുള്ള ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിലേക്ക് കലോറി കൂട്ടണമെങ്കിൽ നമ്മൾ അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കലോറി ഫുഡ് സെലക്ട് ചെയ്തിട്ട് ഒരു 200 അല്ലെങ്കിൽ 300 കലോറി നമ്മൾ കൂട്ടുക ഒരു 2 ദിവസം കഴിഞ്ഞിട്ട്. വീണ്ടും നമ്മൾ ഒരു 5th ഡേ എന്താക്കുക, ആ ഒരു കലോറി കുറയ്ക്കുക. അതായത് നമ്മുടെ ബേസ് ലൈൻ എന്ന് പറയുന്നത് 1500 ആണെങ്കിൽ ആ 1500ലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരിക. വീണ്ടും 2 ദിവസം ആ ഒരു 1500 കലോറി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. എഗെയിൻ നെക്സ്റ്റ് ഡേ നമ്മൾ എന്താക്കുക, വീണ്ടും ഒരു 1800 അല്ലെങ്കിൽ 2000 കലോറി ആക്കിയിട്ട് നമ്മളത് മാറ്റുക. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു കലോറിയിൽ നിൽക്കാണ്ട് നമ്മൾ കലോറി കൂട്ടിയും കുറച്ചും കൊണ്ടുവരിക. അപ്പൊ നമ്മുടെ ബോഡിക്ക് തന്നെ കൺഫ്യൂഷൻ ആവും നമ്മൾ ഏത് കലോറിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പം കൂടുതൽ കലോറി കിട്ടുന്ന ദിവസം
നമ്മുടെ ബോഡി കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും, കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യാൻ തുടങ്ങും, നന്നായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു എനർജിയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് സ്ഥിരമായിട്ട് ഒരു കലോറിയിൽ നിൽക്കാണ്ട് കലോറി കൂട്ടിയും കുറച്ചും കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾക്ക് ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾ കുറച്ച് കൊണ്ടുവന്ന വെയിറ്റ് ഇനി ഗെയിൻ ആവുകയും ചെയ്യില്ല. ഇനി നിങ്ങൾ വെയിറ്റ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താനും പറ്റും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. ഇനി ഈ ഒരു സിഗ്സാഗ് ഡയറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് സിഗ്സാഗ് ഡയറ്റിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് കലോറി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഫോളോ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് നമ്മളിൽ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കറക്റ്റ് ആയിട്ട് ഒരു ദിവസം ഇത്ര കലോറി എന്നും പറഞ്ഞിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാവും. അപ്പൊ അവര് ഒരിക്കലും ഈ ഒരു സിഗ്സാഗ് ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം അവർക്ക് പെട്ടെന്ന് കലോറി കൂടിയും കുറഞ്ഞും വരുമ്പോൾ അവരുടെ ബ്ലഡ് ഷുഗറിന്റെ ലെവല് പെട്ടെന്ന് കുറയുകയും കൂടുകയും ചെയ്യുമ്പോൾ അത് അവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസ് ഉണ്ട്, അവർക്കും ഇതേപോലെ കലോറിയിൽ ഇങ്ങനെ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാകുമ്പോൾ അവർക്കും ശാരീരികമായിട്ടുള്ള പല അസ്വസ്ഥതകളും വരാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആൾക്കാര് ഒരിക്കലും സിഗ്സാഗ് ഡയറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. ബാക്കി നമ്മൾക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് കലോറി സ്ട്രിക്റ്റ് ആയിട്ടുള്ള വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടും നമ്മുടെ ലൈഫ് ലോങ് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് സിഗ്സാഗ് ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബോഡിയെ നമ്മൾ ചീറ്റ് ചെയ്യാണ്. ഓക്കെ, അതായത് ബോഡിക്ക് മനസ്സിലാവില്ല നമ്മളിപ്പോ ഏത് കലോറിയിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. 1500 ആണോ 2000 ആണോ, ബോഡി ആകെ കൺഫ്യൂഷൻ ആവും. ആ കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് കൂടുതൽ കലോറി കിട്ടുമ്പോൾ ബോഡി കൂടുതലായിട്ട് മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് നല്ല ഹെവി വർക്കൗട്ട് ചെയ്തിട്ട് അത്രയും ഫാറ്റ് നമുക്ക് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മറ്റേതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കലോറി കിട്ടുകയില്ല, നമ്മൾ ഹൈ ഇന്റൻസിറ്റി ഉള്ള വർക്കൗട്ടും ചെയ്ത് നമ്മുടെ ബോഡി ടയേർഡ് ആവുക എന്നല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വെയിറ്റ് ലോസ് റിസൾട്ടിലേക്കൊന്നും വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. സോ ഞാൻ ഇപ്പൊ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിട്ട് ചെയ്യുന്ന വെച്ചാൽ, എന്തായാലും വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ പുറത്തിറങ്ങും. ഏകദേശം ഒരു സാറ്റർഡേ സൺഡേ ആകുമ്പോഴത്തേക്കും നമ്മൾ പുറത്തിറങ്ങും, പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ നമുക്കിപ്പം ചോറൊക്കെ ഞാനൊരു 4 ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ്. 5-ാം ദിവസം എന്തെങ്കിലും ചോറ് കഴിക്കുകയാണെങ്കിൽ തന്നെ ബ്രൗൺ റൈസ് ഇട്ടാ അങ്ങനെയൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അതേപോലെ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നും. ആ സമയത്ത് നമ്മളെല്ലാവരും പറയാറുണ്ട് ചീറ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. സൺഡേ നമ്മളൊരു ചീറ്റ് ഡേ ആക്കാറുണ്ട്. സോ ഞാൻ ചെയ്യുന്നത് ഒരു വീക്കില് ഏകദേശം ഒരു 5 days ഞാൻ എന്താക്കും, ചെറിയ കലോറിയിൽ പോകും. അതായത് എന്റെ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പൊ 1500 ആണെങ്കിൽ അല്ലെങ്കിൽ 1800 ആണെങ്കിൽ ഞാൻ ആ കലോറി തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. എന്നിട്ട് വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും ഞാൻ എന്റെ കലോറി കൂട്ടും. അതായത് ഒരു 2000 ഒക്കെ ആക്കിയിട്ട് ഞാൻ എന്റെ കലോറി കൂട്ടും. അപ്പൊ എനിക്ക് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ വീക്ക് അതായത് 5 days എന്ന് പറയുന്നത് മൊത്തം ചെറിയ കലോറിയിൽ നിന്നിട്ട് സാറ്റർഡേ സൺഡേ ഞാൻ ഹൈ കലോറിയിലേക്ക് മാറുമ്പോൾ എനിക്ക് എന്താ പറയാ, അതുവരെ ഞാൻ അനുഭവിച്ചിരുന്ന സ്ട്രെസ് ഒക്കെ എനിക്ക് റിലീഫ് ആവും. എനിക്ക് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്റെ ബോഡിയിൽ എന്തൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടോ, അതായത് ലോ കലോറി മെയിൻറ്റെയിൻ ചെയ്ത് വന്നിരുന്ന സമയത്ത് എന്തൊക്കെ ഡെഫിഷ്യൻസി വന്നിട്ടുണ്ടോ അതൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എനിക്ക് വീണ്ടും മൺഡേ തൊട്ടിട്ട് എന്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ മൺഡേ എനിക്ക് വർക്കൗട്ട് കൂടുതൽ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ബോഡി ഭയങ്കര റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ വെയിറ്റ്, നമ്മൾക്ക് ഐഡിയൽ വെയിറ്റിൽ എത്തിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് വെയിറ്റ് കൂടാനും പോകുന്നില്ല. അതേപോലെ തന്നെ വെയിറ്റ് സ്റ്റക്ക് ആയി നിൽക്കുന്ന അവസ്ഥയിലുള്ള ഒരാൾക്കാരാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ സ്റ്റക്ക് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും വീണ്ടും വെയിറ്റ് ലോസ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് ഈ സിഗ്സാഗ് ഡയറ്റ് പ്ലാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, കലോറി കൂട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസോ അല്ലെങ്കിൽ നന്നായിട്ട് മധുര പലഹാരങ്ങളോ കഴിച്ചിട്ടല്ല കലോറി കൂട്ടേണ്ടത്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൽ തന്നെ കലോറി കൂടുതലുള്ള ഫുഡ് ഉണ്ട്. അങ്ങനെ കലോറി കൂടുതലുള്ള ഫുഡ് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു സിഗ്സാഗ് ഡയറ്റ് പ്ലാൻ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുള്ളവര് എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. ഇനി ഏതെങ്കിലും വീഡിയോസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്, വെയിറ്റ് ലോസിനെ കുറിച്ചോ അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിങ്ങിനെ കുറിച്ചോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് അറിയണം എന്നുള്ളവരും എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു വെയിറ്റ് ലോസ് റിസൾട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.